ഓം ഭൂർഭുവസ്വഃ തത്സവിതൃവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഉദയശ്രീ സിന്ദൂരമണിഞ്ഞു ദിഗന്ധങ്ങൾ പൊന്നണിഞ്ഞു തമസിൻ വാഗ്നീകങ്ങൾ മറഞ്ഞു മനസ്സിൻ തപോതലങ്ങൾ തെളിഞ്ഞു. പ്രഭാമയൂരം പീലി വിതർത്തും പ്രശാന്ത സുന്ദര തീരങ്ങൾ നിതാന്ത സുരവില തീരങ്ങൾ പ്രപഞ്ചശില്പി യുഗങ്ങളിലൂടെ പ്രകാശപ്രഫുല്ല പുഷ്പങ്ങൾ ചാർത്തും പ്രകൃതിയിലെ പ്രഭാമയൂരം പീലി വിതർത്തും പ്രശാന്ത സുന്ദര തീരങ്ങൾ നിതാന്ത സുരവില തീരങ്ങൾ. ജഗമേ സർവം ജ്യോതിർമയം അഖിലം അഖിലം ബ്രഹ്മമയം. ജഗമേ സർവം ജ്യോതിർമയം അഖിലം അഖിലം ബ്രഹ്മമയം. മിഴിയും കരളും അവൾ കവർന്നു കുളിരും ചൂടും അവൾ പകർന്നു. മലരണിത്തണലുകൾ വിരിച്ചു തണലിൽ നമ്മൾ മതിമറന്നു സ്വയം മറന്നു. ജഗമേ സർവം ജ്യോതിർമയം അഖിലം അഖിലം ബ്രഹ്മമയം. ജഗമേ സർവം ജ്യോതിർമയം അഖിലം അഖിലം ബ്രഹ്മമയം. നറുമുത്തു ചൂടും നീലാകാശം നിറകുടമേത്തി നമുക്കായി മിഴിയൊന്നു ചിമ്മാതഖിലാന്ത ശില്പി അവനിയെ നോക്കി
തളിരൊളി തൂകി ചിരിപ്പൂ. ഈശ്വര സാന്നിധ്യം ഇവിടെയല്ലേ, ഈ ജന്മ സാന്നിധ്യം സ്വർഗങ്ങളേഴുമീ മണ്ണിലല്ലേ ജീവൻ, മോക്ഷകവാടമീ പ്രകൃതിയല്ലേ, വിശ്വപ്രകൃതിയല്ലേ. പ്രധാമയൂരം പീലി വിടർത്തും പ്രശാന്ത സുന്ദര തീരങ്ങൾ, നിതാന്ത സുരവില തീരങ്ങൾ. ജഗമേ സർവം ജ്യോതിർമയം അഖിലം അഖിലം ബ്രഹ്മമയം. 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 സൃഷ്ടിയുടെ സർവ്വരഹസ്യങ്ങളുടെയും മർമ്മസ്ഥാനമാണ് ഈ കർമ്മഭൂമി. സർവ്വ ഐശ്വര്യങ്ങളുടെയും വിളനിലവും സ്വർഗ സമതലവുമാണ് ഇവിടം. തമസും പ്രകാശവും പോലെ, ഉദയാസ്തമനങ്ങൾ പോലെ, സുഖവും ദുഃഖവും സ്വർഗവും നരകവും എല്ലാം ഇവിടെ തന്നെ. സാക്ഷാൽ പരബ്രഹ്മത്തിന്റെ പരിപൂർണ ക്ഷേത്രമല്ലേ ഈ പ്രകൃതി? അതെ, ബ്രഹ്മശ്രീ സദാനന്ദ സ്വാമികളെ വരവേൽക്കാൻ ഇവിടെ എല്ലാവരും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. സ്വാമികൾക്കും സംഘത്തിനും താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഇവിടെ ചെയ്തിട്ടുണ്ട്. വളരെ നല്ലത്. ദേശാടനത്തിലൂടെയുള്ള തീർത്ഥാടനമാണല്ലോ ഈ സംഘത്തിന്റെ പ്രധാന ഉദ്ദേശം. പല പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് മടങ്ങുമ്പോൾ മനോഹരമായ ഈ പീലിക്കുന്ന് ഗ്രാമത്തിലും എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. വരവേൽപ്പ് തന്ന നിങ്ങളോടൊക്കെ അതിലേറെ കൃതാർത്ഥതയുമുണ്ട്. പ്രത്യേകിച്ച് ഈ വരുന്ന ചിത്രാപൗർണമി പീലിക്കുന്ന് അമ്പലത്തിലെ വിശേഷ ദിവസ. ഈ അവസരത്തിൽ സ്വാമികൾ ഇങ്ങോട്ട് എഴുന്നള്ളിയത് ഇവിടത്തെ ഭഗവതിയുടെ അരുളപ്പാട് തന്നെയാ. നാട്ടുകാർക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാവാൻ ഇനിയിപ്പോ എന്താ വേണ്ടത്? സന്മനസ്സുള്ളവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും താനേ ഉണ്ടായിക്കൊള്ളും. ഓം ശാന്തി, ഓം ശാന്തി. സർവമംഗളം ഭവ. സ്വാമി, ഇവിടെ കൃഷ്ണതുളസി എവിടെ കിട്ടും? ദേ അങ്ങോട്ട് ചെന്നോളൂ. അമ്പലത്തിന്റെ തെക്കേ മുറ്റത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. മൃണാളിനി, ഇത് കണ്ടോ? ഇവിടെ അത്രയും തുളസിയാ. ഇങ്ങോട്ട് വരൂ, നമുക്ക് പറിക്കാം. ഛേ, ഞാൻ എവിടൊക്കെ നോക്കിയതാ, കണ്ടില്ലല്ലോ. ആരെ? എന്നെ? തുളസി. ആ കൂടെ തരും, ഞാൻ പറിച്ചു തരാം. വേണ്ട, മോൻ വിഷമിക്കണ്ട. നിറയുണ്ട് ആ കുളക്കടവുന്നാ. വേണമെങ്കിൽ കുറച്ചുകൂടെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വരൂ, നമുക്ക് പോവാം.
നമസ്കാരം. തിരുമേനി, ആ സ്വാമികളുടെ കൂടെ വന്നിരിക്കുന്ന പെങ്കൊച്ചിനെ കാണാൻ എന്ത് ഐശ്വര്യമാണ്. ശരിയാ, പണ്ട് ശങ്കരാചാര്യരുടെ പുറകെ വന്ന സരസ്വതി ദേവി പോലുണ്ട്. അതെ അതെ. ആ തിരുമേനി അറിഞ്ഞോ, എന്ത്? അമ്പലപ്പറമ്പിലെ കായ്ക്കാത്ത പ്ലാവ് കാച്ചിരിക്കുന്നുവെന്ന്. എന്നാ അതിശയില്ല, ബ്രഹ്മശ്രീ സ്വാമികൾ എഴുന്നള്ളിയ ശുഭലക്ഷണ. ശരിയാണ്. സന്യസിക്കാൻ വന്നതാണ് പോലീസ്. ശിവ ശിവ. സംസാര സാഗരത്തിൽ ജനിമൃതികളിലൂടെ ഗതികിട്ടാതലയുന്ന ജീവാത്മാക്കൾക്ക് മോക്ഷകവാടം തുറക്കുന്ന സാക്ഷാൽ പരബ്രഹ്മത്തിന്റെ ഇരിപ്പിടവും ഇവിടെ തന്നെ. പറഞ്ഞു വന്നാൽ നൈമിഷികമായ ജീവിതത്തിൽ അപൂർണ ബിന്ദുക്കളായ നമ്മൾ മനസ്സർപ്പിച്ചാൽ പ്രകൃതി ആരാധനയിലൂടെ ഈശ്വര സാക്ഷാത്കാരം കൈവരിക്കാം. ദേശാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥലങ്ങൾ ചുറ്റിക്കാണുന്ന ഉല്ലാസമല്ല, പ്രകൃതിയുമായുള്ള യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമ്യോമിത്യേത് ഏതദ്വേവാക്ഷരം ബ്രഹ്മ ഏതദ്വേവാക്ഷരം പരം ഏതദ്വേവാക്ഷരം ജ്ഞാത്വ യോ യദിച്ഛതി തസ്യ തത്. കഠോപനിഷത്തിലെ ഈ ശ്ലോകത്തിന്റെ സ്വാരസ്യം രാമയ്യൻ പ്രത്യേകം ഗ്രഹിക്കണം. ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ ആരാഗ്രഹിച്ചാലും തതുദ്ദേശം ബ്രഹ്മതത്വം മനസ്സിലാക്കാനായിരിക്കണം. ബ്രഹ്മത്തിന്റെ മർമ്മമാണ് ഓങ്കാരം. പരമ്പൊരുളിന്റെ സർവനാമങ്ങൾക്കും പകരം ഓം എന്ന ഏകാക്ഷരം മതി ഭക്തന് സർവേച്ഛകളും സഫലമായി ഇഹത്തിലും പരത്തിലും സമ്പൂർണ്ണത കൈവരിക്കാൻ. ബാഹ്യപ്രപഞ്ചത്തിന്റെയും പ്രപഞ്ചകർത്താവിന്റെയും ഇടയിലുള്ള
മധ്യവർത്തിയായ മന്ത്രമാണത്. അത് നമ്മുടെ വിഷുവാണ്. അന്ത്യാവോളം ഓടക്കോഴ് വിളി തന്നെയാ. ഒന്നുമില്ല. എന്തോ ഉണ്ട്. രാമനന്റെ പെരുമാറ്റം തീരെ സഹിക്കുന്നില്ലല്ലേ? അങ്ങനൊന്നുമില്ല. ഉണ്ട്. മനസ്സിൽ എന്തുണ്ടെങ്കിലും സംഘത്തിൽ ആരോട് പറഞ്ഞില്ലെങ്കിലും എന്നോട് പറയണം. ഇവിടെ ആർക്കും ഇല്ലാത്ത താല്പര്യം എന്തിനാ മൃണാളിനിക്ക് എന്നോട്? സംഘത്തിൽ പുതിയ ആളായതുകൊണ്ടായിരിക്കും അല്ലേ? എന്ത്? എനിക്ക് വിഷ്ണുവിനോട് പ്രത്യേക താല്പര്യ. എന്താ ആലോചിച്ചേ? ഒന്നുമില്ലെന്നേ. ചുമ്മാ പറയല്ലേ. അല്ല, പണ്ട് ത്രേതായുഗത്തിൽ ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോ സീത പുറകെ പോയില്ലേ? അതിലിപ്പോ എന്താ? കലിയുഗത്തിൽ കഥ മാറി. ശ്രീരാമൻ സീതാദേവിയുടെ പുറകെ കാട്ടിലേക്ക് വന്ന പോലെയായി. ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോ സീത പുറകെ പോയില്ലേ? അതിലിപ്പോ എന്താ? കലിയുഗത്തിൽ കഥ മാറി. രാമൻ സീതാദേവിയുടെ പുറകെ കാട്ടിലേക്ക് വന്ന പോലായി. ഇവിടെ ഇപ്പോ സീതാദേവിയും രാമനും രാവണനും ഒക്കെ ഒരേ കാട്ടിൽ ഒരേ സംഘത്തിൽ അല്ലേ? വിഷു എന്തായി പറയുന്നേ? രാമനും സീതയും രാമനും ഒക്കെ ഒരേ സംഘത്തിലോ? എന്താ രണ്ടുപേരും കൂടി ഇവിടെ?
സംഘത്തിന്റെ നിയമങ്ങൾ അറിയാലോ. കഴിവതും എല്ലാവരും എപ്പോഴും ഒരുമിച്ചിരിക്കണം എന്നാണ്. പ്രത്യേകിച്ച് പരിചയമില്ലാത്ത സ്ഥലം കൂടിയാ. ഞാൻ രാമണ്ണനെ അന്വേഷിച്ച് വന്നതാ. ദേ കണ്ടില്ലേ ആമ്പൽക്കുളം. ഇത്രയും ആമ്പൽപ്പൂ ഒരുമിച്ച് പൂത്ത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അണ്ണനോട് പറഞ്ഞ് കുറച്ച് പറിക്കാമെന്ന് കരുതിയതാ. ഹോ, എന്ത് ഭ്രാന്താ ഈ പറയുന്നത്? ചണ്ടിക്കുളത്തിൽ ഇറങ്ങി ആമ്പൽപ്പൂ പറിക്കാനോ? വേറെ വല്ല പൂവും പറിക്കാൻ നോക്ക് കുട്ടി. വേറെ ഒരു പൂ കിട്ടിയിട്ടും കാര്യമില്ല, ആമ്പൽപ്പൂ തന്നെ വേണം. ഒക്കെങ്കിൽ പറിച്ചതാ. ഇതിനെന്താ ഇത്ര പ്രയാസം? മൃണാളിനിക്ക് പൂവ് ഞാൻ പറിച്ചു തരാമല്ലോ. പയ്യൻ സ്വാമിയുടെ ഒരു പോക്ക് കൊള്ളാം. കല്യാണ സൗഗന്ധികം പറിക്കാൻ പോകുന്ന മട്ടല്ലേ? യോഗാസനവും വീമ്പ് പറത്തിലും പോരാ, നെഞ്ചൂക്ക് വേണം. അയ്യോ, മേലാകെ നനഞ്ഞു പോയല്ലോ. സാരില്ല. മൃണാളിനിക്ക് ആമ്പൽപ്പൂ ഇത്ര ഇഷ്ടാണോ? ഇത് എനിക്കല്ല, രാത്രി പൂജയ്ക്ക് വേണ്ടിട്ടാ. ദേവി പൂജയ്ക്ക് ആമ്പൽപ്പൂ വിശേഷ. ആ, എനിക്ക് ഒരു ഉപകാരം കൂടി ചെയ്യണം. ഈ പൂക്കളുടെ എതളുകൾ ഒന്ന് വിരിച്ചു വെക്കണം, സ്വാമികൾക്ക് കൊടുക്കാനാ. വെറുതെ വാചകം മാത്രം പോരാ, സംഘത്തിൽ ഇരുന്നാൽ ഇതുപോലെ വല്ല ഉപകാരവും ചെയ്യണം. പൂ പറിച്ചാൽ ഇതള് വിരിക്കാനും അറിയണം. കുട്ടി നടന്നോളൂ. കൊള്ളാം, പൂജയ്ക്ക് പൂവൊരുക്കുകയാണല്ലേ? എങ്ങനെയുണ്ട്? ഇവിടത്തെ രീതികളും മുറകളും ഒക്കെയായി ഇണങ്ങിപ്പോകാൻ പ്രയാസമൊന്നുമില്ലല്ലോ? ഇല്ല. നല്ലത്. ലൗകിക ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളുമായി പൊരുത്തപ്പെടാൻ പറ്റാതെ ആത്മീയത തേടിയാണല്ലോ വിശു സംഘത്തിൽ ചേർന്നത് തന്നെ. മനസ്സിന് ചാഞ്ചല്യം തോന്നുകയാണെങ്കിൽ ആത്മനിയന്ത്രണത്തിന് വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കണം. സ്വാമികള് എന്റെ മനസ്സ് വായിച്ചോ? ഛായാമന്യസ്യ കുർവന്തി സ്വയം തിഷ്ഠന്തി ചാതപേ ഫലന്തി ച അര. ദൈവീക ചൈതന്യം തന്നെയാണ് മനുഷ്യരിലും കുടികൊള്ളുന്നത്. ഒന്നോർത്താൽ പ്രകൃതിയേക്കാൾ വിശിഷ്ടമായ ദൈവസൃഷ്ടിയാണ് മനുഷ്യൻ. എന്നിട്ടും പ്രകൃതിക്കില്ലാത്ത സ്വാർത്ഥ താല്പര്യങ്ങൾ മനുഷ്യനിൽ കാണുന്നതാണ് കഷ്ടം. സത്യത്തിൽ നീ ഞാൻ എന്നുള്ള ഭാവഭേദമില്ലെങ്കിൽ ഈ സ്വാർത്ഥബോധവുമില്ല. ബാഹ്യവീക്ഷണത്തിൽ മനുഷ്യർ വ്യത്യസ്തരാണെങ്കിലും ആന്തരികമായി എല്ലാവരും ഒന്നുതന്നെ. സുഖദുഃഖങ്ങൾ ഏറിയും ഇറങ്ങിയും ഇരുന്നാലും എല്ലാവരും ഒരുപോലെ തന്നെയല്ലേ? എല്ലാ മനസ്സുകളെയും പരസ്പരം ബന്ധിക്കുന്ന ഈ സാദൃശ്യ വിശേഷം തന്നെയാണ് ദൈവം. ദേശാടനത്തിലൂടെ പല നാട്ടുകാരുമായി ആത്മീയ ബന്ധം പുലർത്തി പ്രകൃതി ആരാധനയോടൊപ്പം തന്നെ മനുഷ്യ സ്നേഹ സൗഹാർദ്ദങ്ങളുടെ ആഗോള സന്ദേശം പ്രചരിപ്പിക്കുകയാണ് ഈ സംഘത്തിന്റെ പ്രധാനോദ്ദേശം. അപ്പോ വിഷു സംഗീതവും പഠിച്ചിട്ടുണ്ടല്ലേ? കുറച്ചൊക്കെ. എന്നാ കുട്ടി ഒരു കീർത്തനം പാടിയേ, കേക്കട്ടെ. ഇപ്പൊ വേണോ? ആ, ഇപ്പൊ തന്നെ. ഏത് കീർത്തനം? ഇഷ്ടമുള്ളത്. എന്നാൽ ദർബാർ രാഗത്തിൽ തന്നെ ആവാം അല്ലേ? ആ. സംഗീതം സ്വർലോക സൗഗന്ധികം ധനി പാമരിഗരീസ ശ്രീമപാദ സ്നിപാ സൗപർണികയിൽ വിടരും സഹസ്രദള സൗവർണ സൗഗന്ധികം
സൗഗന്ധികം സഹർഷം സഹൃദയങ്ങൾ ചൂടും കല്യാണ സൗഗന്ധികം സംഗീതം സ്വർലോക സൗഗന്ധികം ധനി പാമരിഗരീസ ശ്രീമപാദസ്നിപാ സൗപർണികയിൽ വിടരും സഹസ്രദള സൗവർണ സൗഗന്ധികം സഹർഷം സഹൃദയങ്ങൾ ചൂടും കല്യാണ സൗഗന്ധികം സംഗീതം സ്വർലോക സൗഗന്ധികം ധനി പാമരിഗരീസ ശ്രീമപാദസ്നിപാ. മതി ദുർഗ. സ്വാമി എന്തായി കാണിച്ചേ? ആ കുട്ടി എത്ര നന്നായി പാടുന്നു. സംഗീതമൊക്കെ കൊള്ളാം, പക്ഷേ അല്പം ഉത്തരവാദിത്ത ബോധം കൂടെ ഉണ്ടാവണം. ഇപ്പോ സ്വാമികൾ ഓരോരുത്തർക്കും ഓരോ ജോലി തന്നിട്ടില്ലേ? സരസ്വതി ഉടൻ പോയി രാത്രി പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യാ. ലളിത ചെന്ന് ചന്ദനക്കൂട്ട് തയ്യാറാക്ക. ആ മൃണാളിനിക്കും ജോലിയുണ്ട്, വരിക. വന്നോളൂ. രാമയ്യൻ, സ്വാമി, ഞാൻ അഭ്യസിപ്പിച്ച ആസനമുറകളൊക്കെ വിശു പഠിച്ചോ? പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാ ഒന്ന് കാണിക്കൂ. കുറച്ചുകൂടെ ശിക്ഷണത്തിന്റെ ആവശ്യമുണ്ട്, കണ്ടോളൂ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വരൂ, നമുക്ക് പോവാം.
വെറുതെ വാചകം മാത്രം പോരാ, സംഘത്തിലിരുന്നാൽ ഇതുപോലെ വല്ല ഉപകാരവും ചെയ്യണം. പൂ പറിച്ചാൽ മാത്രം പോരാ, ഇതള് പിരിക്കാനും അറിയണം. കുട്ടി നടന്നോളൂ. ആ, മൃണാളിനിക്കും ജോലിയുണ്ട്, വരൂ, വന്നോളൂ. അപ്പോ നാളെ പുലർച്ചെ തന്നെ പോകാൻ തീരുമാനിച്ചു അല്ലേ? ആ പൗർണമി കഴിഞ്ഞ് പല തീർത്ഥാടന സ്ഥലങ്ങളും സന്ദർശിക്കാനുണ്ട്. സ്വാമികളും സംഘവും കൂടെ ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്കൊക്കെ സമാധാനവും സന്തോഷം ഉണ്ടായിരുന്നു. പിരിയുന്നതിൽ വിഷമമുണ്ട്. ഇനി എന്നാണാവോ വീണ്ടും ഇങ്ങോട്ടൊക്കെ? ഇനിയും എത്ര ചിത്രാ പൗർണമികൾ വരാനിരിക്കുന്നു. ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കാണാമല്ലോ. വിശു, നീ ഇവിടെ? നിനക്ക് എന്താ പറ്റിയേ? മുഖത്തൊരു വിഷമം. നിങ്ങൾ ഭയങ്കരനാണ്, നീചനാണ്. ഇവൾ ഇത്തരക്കാരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ചിരിക്കുന്നോ? ഈ പൗർണമിയിലും നിന്റെ മനസ്സിൽ അമാവാസിയാണല്ലോ കുട്ടി. ഇതുവരെ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സത്യം ഞാൻ പറയാം. ഈ നിൽക്കുന്ന മൃണാളിനി എന്റെ മകളാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു പൗർണമി നാളിൽ പ്രകൃതി എനിക്ക് സമ്മാനിച്ച
എന്റെ രക്തത്തിൽ പിറക്കാത്ത പൊന്നുമോൾ. ലൗകിക ബന്ധങ്ങൾ നിഷിദ്ധമായ എന്റെ ജീവിതത്തിൽ ഞാൻ അവളെ ഊമിനിച്ചു വളർത്തിയത്. പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ കഴിഞ്ഞു കിട്ടുന്ന അവസരങ്ങളിൽ ഞാൻ എന്റെ ആത്മസന്തതിയായ ഇവളെ ലാളിക്കാൻ സമയം കണ്ടെത്താറുണ്ട്. ഇവൾ ഇന്നും എനിക്ക് 17 വർഷം മുമ്പ് കിട്ടിയ ആ കൊച്ചു കുഞ്ഞു തന്നെയാണ്. ഇത് കൂടെയുള്ള പലർക്കും അറിയാവുന്ന സത്യവുമാണ്. ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. അങ്ങേ സംശയിച്ചത് തന്നെ മഹാപാവമായിപ്പോയി. സാരമില്ല. ഒരു കൊച്ചു കല്ല് വീണാൽ തെളിഞ്ഞ സരസും കലങ്ങും. നിന്റെ മനസ്സിന് സംഭവിച്ചതും അത് തന്നെ. ലൗകികത വിട്ട് ആത്മീയതയിലേക്ക് വന്ന നിനക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശരിയാണ് സ്വാമി. ഒരു കളങ്കമായി ഇവിടെ തുടരാൻ എനിക്ക് വയ്യ. എനിക്ക് മാപ്പ് തരണം. വിഷു, ഈ ഓടക്കുഴലിനെ പോലും മറന്നുപോയോ?